بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين أما بعد فالأعيان ما له قيام بذاته എന്ന് പറഞ്ഞു വഹുവ ആ മാലഹു ഖിയാമും ബിദാത്തിഹി ഇമ്മാ മുറക്കബുൻ വഹുവൽ ജിസ്മു ഔ ഗൈറു മുറക്കബിൻ കൽ ജൗഹരി, അല്ലെങ്കിൽ മുറക്കബ് അല്ലാത്തതായിരിക്കും. സ്വന്തമായി നിലനിൽപ്പുള്ളത് മുറക്കബ് അല്ലാത്തതായിരിക്കും. മുറക്കബ് അല്ലാത്തത് ഏതുപോലെ? കൽ ജൗഹരി, ജൗഹർ പോലെ. യഅനി അൽ ഐനല്ലദി ലാ യഖ്ബലുൽ ഇൻഖിസാം, ഇൻഖിസാമിനെ സ്വീകരിക്കാത്തത്. ഇൻഖിസാമിനെ സ്വീകരിക്കാത്തത്, ഇൻഖിസാമു മാന വിഭജനം, ഓഹരിയാവൽ. ഖസമയുടെ ലാസിമാണ് ഇൻഖസമ. അപ്പോൾ ഖസമ ഓഹരിയാക്കി, ഇൻഖസമ ഓഹരിയായി. അപ്പോൾ ഓഹരി വിഭജനത്തെ സ്വീകരിക്കാത്തത്. ലാ ഫീലൻ നിലവിലോ, വലാ വഹുമൻ വഹുമിലോ, വലാ ഫർലൻ സങ്കല്പത്തിലോ ഒരു നിലക്കും ഇൻഖിസാമിനെ സ്വീകരിക്കുകയില്ല. അതാണ് ജൗഹർ. വഹുവൽ ജുസുല്ലദീ ലാ യതജസൗ, അത് തന്നെയാണ് അൽ ജുസുല്ലദീ ലാ യതജസൗ, ജുസുല്ലദീ ലാ യതജസൗ, അതാണ് അവിഭാജ്യ ഘടകം എന്നൊക്കെ പറയും. ജൗഹർ, ഇനി അതിനെക്കുറിച്ച് ലോകത്തൊന്ന് ചെറുങ്ങനെ ബയാൻ ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ എന്താണ് ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് മനസ്സിലാവും. ജൗഹർ, കാതൽ, മൂലധാതു, മൂലഘടകം എന്നൊക്കെയാണ് ജൗഹറിന് സാധാരണയായി പറയാറുള്ളത്. ജൗഹർ ഫർദ് എന്ന് പറഞ്ഞാൽ അണു, പരമാണു എന്നാണ്. അവിഭാജ്യ ഘടകം എന്നൊക്കെ പറയും. അറള് എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിനുള്ള ഗുണം. ഇപ്പോൾ ജൗഹർ പദാർത്ഥം എന്ന് പറയുമ്പോൾ, അറള് എന്ന് പറയുമ്പോൾ പദാർത്ഥത്തിൻ്റെ ഗുണം, അതിൻ്റെ നിറം, രുചി, വാസന പോലത്തെ കാര്യങ്ങൾ. ഹയൂല എന്ന് ഇനി പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഹയൂല എന്ന് പറഞ്ഞാൽ എന്താ? പ്രഥമോത്ഭവ പദാർത്ഥം എന്ന് ഒരു അർത്ഥം കൊടുക്കുന്നുണ്ട്. ബീജഭൂതം എന്നൊക്കെ അർത്ഥം കൊടുക്കുന്നതാണ് ഹയൂല എന്നുള്ളത്. സൂറത്ത് വരുന്നുണ്ട്, ആകൃതി, രൂപം, ബാഹ്യരൂപം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നുഖ്ത എന്ന് പറഞ്ഞാൽ ബീജഗണിതത്തിൽ ബിന്ദു എന്നാണ് അർത്ഥം. ഇനി വൃത്തത്തിൻ്റെ കേന്ദ്രബിന്ദുവിനും നുഖ്ത എന്ന് പറയും. അത് വരാൻ വേണ്ടി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അതൊക്കെ അത്രത്തോളം പറഞ്ഞു വെച്ചത്. ഇനി നോക്കുക. അപ്പോൾ ഫിഇലിലോ വഹ്മിലോ ഫർളിലോ ഇൻഖിസാമിനെ സ്വീകരിക്കുകയില്ല. ഇൻഖിസാമ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വിഭജനം എന്നാണ്. അത് ഇനി വിഭജിക്കപ്പെടൂല. അപ്പോൾ എന്താണ്? അവസാന അണു, ഇനി ഇതിൻ്റെ അപ്പുറം ഒരു വിഭജനമുണ്ട്. അങ്ങനെ ഒന്ന് ഉണ്ടോ ഇല്ലേ, അതിൽ ഇഖ്തിലാഫുള്ള വിഷയമാണ്. അത് പറയാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇൻഖിസാമ് പിന്നെ വഹ്മിയും പറഞ്ഞു, ഇൻഖിസാമ് ഫർളിയും പറഞ്ഞു, അല്ലേ? ലാ വഹുമൻ വലാ ഫർലൻ, രണ്ടും ലഫ്ളർത്ഥം വെക്കുകയാണെങ്കിൽ എന്താണ്? പിന്നെ അത് സങ്കല്പത്തിൽ അല്ലെങ്കിൽ ധാരണയിൽ എന്നൊക്കെ. പിന്നെ വഹുമ് അത് ഓഹരിയാക്കുന്ന സമയത്ത് അവിടെ സ്റ്റോപ്പ് ഒരു പരിധിയിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ്. അത് പിന്നെ അതേ സ്ഥാനത്ത് പിന്നെ അഖിലാകുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിലനിൽക്കാതെ കണ്ട് അത് അറ്റയില്ലാതെ അത്ര ഇങ്ങനെ ഓഹരിയാക്കാൻ വേണ്ടി പറ്റുമെന്നാണ് അഖിലിന്. കാരണം ഈ വഹ്മ് അത് ജിസ്മാനിയായ ഖുവ്വത്താണ്. അതെനിക്ക് ഗൈറു മുത്തനാഹിയായ പ്രവർത്തനങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ്. ഇനി അഖില്, ചില ആളുകൾ അഖിലിൻ്റെയും വഹ്മിൻ്റെയും ഇടയിൽ ഫർഖാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഈ അടുത്ത വർഷങ്ങൾ വരെ അണു എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ടായിരുന്നു. എന്നാൽ ആ അണു വിഭജനം നടന്നു കഴിഞ്ഞു. ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ എന്ന് പറയുന്ന 3 വിഭാഗമായിട്ട്, 3 വസ്തുക്കളായിട്ട് പിളർന്നല്ലോ. ആ ആറ്റ വിഭജനത്തിലൂടെയാണല്ലോ ആറ്റം ബോംബിൻ്റെ കണ്ടുപിടുത്തങ്ങളും സ്ഫോടനാത്മകവും വിപ്ലവാത്മകവുമായ മാറ്റങ്ങൾ ലോകത്ത് ഉണ്ടായത് തന്നെ ആറ്റ വിഭജനത്തിലൂടെയാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന ആറ്റം എന്ന് പറയുന്ന അവസാന ബിന്ദു, അതിൻ്റെ അപ്പുറം ഒരു പറ്റുകയില്ല, പരമാണുവാണ് എന്നും അതിനേക്കാളും ഇനിയൊരു വിഭജിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് ബാത്തിലാക്കിയിട്ടേ ഉള്ളത്. ഇനി എന്തുകൊണ്ട് ന്യൂട്രോൺ
പ്രോട്ടോൺ, ഇലക്ട്രോൺ. ഈ മൂന്നെണ്ണത്തിനെ പിടിച്ചിട്ട് വീണ്ടും എന്തുകൊണ്ട് വിഭജനം നടന്നുകൂടാ? ഇതുവരെ കണ്ടുപിടിച്ചതും പിന്നെ എത്തിപ്പെട്ടതും അത് മാത്രമാണെന്നേ ഉള്ളൂ. അതാണ് അള്ളാഹു താല പറയുന്നത്. അള്ളാഹു താല പറയുന്നുണ്ട്, വലാ അക്ബറ വലാ അസ്ഗറ മിൻ ദാലിക, നിങ്ങൾ ഏറ്റവും ചെറിയ വസ്തു അതിനേക്കാളും ചെറുതുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല എന്ന് ആറ്റത്തെക്കുറിച്ചൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട് എന്നാണ് മുഫസ്സിരീങ്ങൾ പറയുന്നത്. അപ്പോൾ എന്ത് നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും അത് അള്ളാഹു തആലാൻ്റെ അറിവിൽ നിന്നോ പരിശുദ്ധമായ ഖുർആനിൻ്റെ വ്യാപ്തിയിൽ നിന്നോ ആശയത്തിൽ നിന്നോ അത് പിന്നെ പുറത്തു പോകുന്നില്ല, യാഥാർത്ഥ്യമാണെങ്കിൽ. പിന്നെ എന്തെങ്കിലും കണ്ടുപിടിച്ച് എന്തെങ്കിലും ധാരണയിലേക്ക് സിദ്ധാന്തങ്ങളിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ട് അത് ഖുർആനിൽ ഉണ്ടാകണം, അതിനെതിരെ ഖുർആനിലുള്ളത് അതിനെതിരായി കൂടാന്നൊന്നുമില്ല. കാരണം മനുഷ്യ കണ്ടുപിടുത്തങ്ങൾക്ക് പരിമിതികളുണ്ട്. ആ പരിമിതമായ ഖാസുറായ അഖിലിൽ നിന്ന് ഉണ്ടാകുന്ന തിയറികളും നളരിയാത്തുകളും അതും ഖാസിറത്ത് തന്നെയായിരിക്കും. അത് കാമിലത്തായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രം പലപ്പോഴും മാറ്റി പറയേണ്ടി വരുന്നത്. എന്നാൽ ഇൽമു കൊണ്ട് താമായ കാമിലായ അള്ളാഹുവിൻ്റെ വാക്കുകൾക്കോ അവൻ്റെ പ്രസ്താവനകൾക്കോ ഒരിക്കലും തന്നെ തബ്ദീല് വരാൻ വേണ്ടി പോകുന്നില്ല. ലാ തബ്ദീല ലി കലിമാത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ വചനങ്ങൾക്കോ അവൻ്റെ സിദ്ധാന്തങ്ങൾക്കോ സിദ്ധാന്തം എന്ന് പറയാൻ പറ്റുമോ ഇല്ലെന്ന്, അവൻ്റെ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരുവിധ മാറ്റവും വരാൻ വേണ്ടി പോകുന്നില്ല. അല്ല, ഒരു നിലക്കും വിഭജനം ഇല്ലാത്തതാണ് ഏത്? ഗൈറു മുറക്കബായ ജൗഹർ പോലോത്തത്. ജൗഹർ പോലോത്തത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ജൗഹർ എന്ന് അല്ല പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പറയുന്നത്, ഞാൻ പറഞ്ഞത് ഈ ജൗഹറുൽ ഫർദ് എന്ന് പറഞ്ഞിട്ട് ഒരു വസ്തു ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ഖിലാഫ പറയുന്നത്. ജൗഹർ ഉണ്ട് എന്നവരുടെ അഭിപ്രായ പ്രകാരം ഇല്ല എന്നാണ് വരുന്നത്. അങ്ങനെ ഇനി ഓഹരിയാക്കാൻ പറ്റൂല എന്ന്. എന്നാൽ ജൗഹർ ഫർദിനെ നിഷേധിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ പിൻബലം ഉള്ളത്, തെളിവുകൊണ്ട് ബലമുള്ളത് എന്നാണ് പറയുന്നത്. ജുസുഉല്ലദി ലാ യതജസ്സഉ വഹുവൽ ജൗഹറു ഇഹ്തിറാസൻ അൻ വുറൂദിൽ മൻഇ വലം യഖുൽ വഹുവൽ ജൗഹറു. വഹുവൽ ജൗഹറു എന്ന് പറയാതെ കൽ ജൗഹരി എന്നെന്തേ പറഞ്ഞേന്ന്, അത് മറ്റൊരു ചർച്ചയാണ്. ജൗഹർ പോലെ എന്നെന്തിനാ പറഞ്ഞത്? അത് മൻഇ വരുന്നതിനെ തൊട്ട് സൂക്ഷിക്കാനാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ വഹുവൽ ജൗഹറു എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്താൽ അവിടെ ചർച്ച ചെയ്യും. കാരണം എന്താ? ഫഇന്ന മാലാ യതറക്കബു, മുത്തറക്കിബ് അല്ലാത്തത് അഥവാ ഗൈറു മുത്തറക്കിബിനെ ആണല്ലോ വഹുവൽ ജുസുല്ലദീ ലാ യതജസ്സു എന്ന് പറഞ്ഞത്. അത് ലാ യൻഹസുറ അഖലൻ, അഖൽ ബുദ്ധിപരമായിട്ട് പരിമിതപ്പെടുകയില്ല ഫിൽ ജൗഹരി, ജൗഹറിൽ മാത്രം. ബിമാന അൽ ജുസുല്ലദീ ലാ യതജസ്സു മാത്രം. ബൽ ലാ ബുദ്ദ മിൻ ഇബ്താലിൽ ഹയൂല വസ്സൂറ വൽ ഉഖൂലി വൻ നുഫൂസി അൽ മുജറദതി ലിയതിമ ദാലിക. അങ്ങനെ ഒരു ജൗഹറിൽ മാത്രം പരിമിതപ്പെടുത്തിയത് ആ ഹസുർ അത് താമാ വേണമെങ്കിൽ ഹയൂലയും സൂറത്തും ഉഖൂലു നുഫൂസും ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് അതിനെല്ലാം ബാത്തിലാക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാ? വഹുവൽ ജൗഹർ എന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് മാത്രം പറയാനേ ന്യായമുള്ളൂ? കൽ ജൗഹരി, ജൗഹർ പോലെ എന്ന് പറയുമ്പോൾ ഇതിനോടുകൂടെ ഈ വിഷയത്തിൽ മുസ്തറക്കാകുന്ന പല കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൽ ജൗഹരി എന്ന് പറഞ്ഞത്, വഹുവൽ ജൗഹറു എന്ന് പറയാതെ. ഇവിടെ വഹുവൽ ജൗഹർ എന്നുള്ള ഇബാറത്തിന്റെ ധ്വനി എന്താണ്? ആ ഗൈറു മുത്തറക്കിബ് ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ഗൈറു മുത്തറക്കിബിനെ ജൗഹറിൽ എന്ത് ചെയ്യാണ്? ഹസുറ് ചെയ്യുകയാണ്. എന്നാൽ ഹസുറ് ശരിയാണ്, അവിടെ മൻഇ വരും. എന്നാൽ പിന്നെ ഉഖൂല് നുഫൂസ് പോലത്തത് ഉണ്ടല്ലോ, അതെന്ത് നിങ്ങൾ ജൗഹർ എന്ന് പറഞ്ഞിട്ട് നിർത്തിയത് എന്ന് ചോദിക്കുന്ന ആ മൻഇനിക്ക് എന്നെ പ്രതിരോധിക്കാനാണ് കൽ ജൗഹരി എന്ന് പറഞ്ഞത്. ഈ ഹയൂല സൂറത്ത് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ ഉണ്ട്, അല്ലെ, ഉഖൂല് നുഫൂസ് മുജറദത്തൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇനി ഹയൂല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതിനെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം തരുമ്പോൾ അത് മനസ്സിലാവുമായിരിക്കും. ഹയൂല എന്ന് പറഞ്ഞാൽ ജിസ്മിലുള്ള ഒരു ജൗഹർ, ഒരു സത്തയാണ്. അതിന് നമ്മൾ പറഞ്ഞല്ലോ, ഹയൂല എന്ന് പറഞ്ഞാൽ എന്താണെന്നാ നേരത്തെ പറഞ്ഞത്? പ്രഥമോത്ഭവ പദാർത്ഥമാണെന്നും ബീജഭൂതമാണെന്നും ഒക്കെ ആണല്ലോ ഒരു പ്രയോഗം ഉണ്ട്. അതിന് കാബിലുൽ ലിമാ യഅരിദു അലൈഹി, അതിൻ്റെ മേൽ ആരിദായി വരുന്ന ഇത്തിസാലി ഇൻഫിസാല് പോലോത്തതായ കാര്യങ്ങളെ സ്വീകരിക്കുന്ന ജിസ്മിലുള്ള ഒരു സത്തയാണ് ഹയൂല എന്ന് പറഞ്ഞാൽ. ഈ ഹയൂല അതിൻ്റെ സൂറത്ത് രൂപമാണ് ഏത് സൂറത്ത് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടിനെയും തഹ്കീക്കാക്കണമെങ്കിൽ കൂടുതൽ വിശദീകരണം വേണമെന്ന് ഇമാം റാസിയൊക്കെ അത് അൽ മതാലിബുൽ ആലിയയിൽ സവിസ്തരം പ്രതിപാദിച്ച വിഷയമാണ്. അപ്പോൾ മാദ്ദയിൽ മുത്തമാസിലായതും സൂറയിൽ മുഖ്തലിഫായതുമായ
വ്യത്യസ്തമായ ജിസ്മുകളെ നമുക്ക് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ബേക്കറി കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 10 ബോട്ടിലിൽ കുപ്പിയിൽ വെച്ചിരിക്കുന്ന പല ഐറ്റംസ് ബിസ്ക്കറ്റുകൾ, ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ബിസ്ക്കറ്റ് തന്നെ പല ഐറ്റംസുകൾ, കേക്കുകൾ, അതിൻ്റെ എല്ലാം മാദ്ധയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം മൈദപ്പൊടിയായിരിക്കും, മിക്കവാറും മൈദയായിരിക്കും. അപ്പോൾ മാദ്ധയിൽ ഒന്നാണ്, സൂറത്തിൽ മുഖ്തലിഫാണ് എന്ന് പറയും. കത്തി, വാള്, കോടാളി, ഈർച്ചവാള് ഇതെല്ലാം തന്നെ സൂറത്തിൽ വ്യത്യസ്തമാണെങ്കിലും അതിൻ്റെ മാദ്ദ ഹദീദാണ്, ഇരുമ്പാണ്. അപ്പം നോക്കിയേ, ഓരോ മാദ്ദ വേറെ, ഹയൂല വേറെയാണ്, സൂറത്ത് വേറെയാണ്. ആ വസ്തുവിനാണ് ഹയൂല എന്ന് പറയുന്നത്. ഇപ്പം ഇരുമ്പാണെങ്കിൽ ഇരുമ്പാണ് ഹയൂല എന്ന് പറയും, മൈദപ്പൊടിയാണെങ്കിൽ അതാണ് ഹയൂല. അപ്പോൾ ആ രീതിയിൽ, അപ്പോൾ ഈ രീതിയിൽ ഹയൂല സൂറത്തിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ കുറച്ചുകൂടി എളുപ്പമാവും. ഹയൂല 4 നൗഉകളിലുണ്ട്. ഹയൂല സിനാ, ഹയൂല തബീഅ, ഹയൂലൽ കുല്ല്, ഹയൂലൽ ഊല. ഇങ്ങനെ 4 സൈസ് ഉണ്ട്. ഹയൂല സിനാ എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാതാവ് ഏതൊന്നിലൂടെയാണോ തൻ്റെ വസ്തുക്കളെ ഉണ്ടാക്കുന്നത് ആ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന, ഉദാഹരണത്തിന് കട്ടിൽ ഉണ്ടാക്കാൻ മരം ഉപയോഗിക്കുന്നു, മരമാണ് ഹയൂല സിനാ. ഒരു നിർമ്മാണത്തിൻ്റെ ഹയൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മരമാണ്. അല്ലെങ്കിൽ കൊല്ലന്മാരെ സംബന്ധിച്ചിടത്തോളം ഇരുമ്പാണ്, തട്ടാന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണവും വെള്ളിയുമാണ്, എടുപ്പുകാരെ സംബന്ധിച്ചിടത്തോളം മണ്ണും വെള്ളവും കല്ലുമാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദഖീഖാണ്, ആർക്ക് ഹബ്ബാസിന് ദഖീഖാണ്. ഈ രീതിയിൽ നമുക്ക് കിയാസാക്കി മനസ്സിലാക്കാനേ ഉള്ളൂ എന്നാണ്. അപ്പോൾ ഏതൊരു സാനിക്കും ഒരു ജിസ്മ് അനിവാര്യമാണ്. ആ ജിസ്മിലാണ് അയാളുടെ പ്രവർത്തനം നടക്കുന്നത്. ആ ജിസ്മാണ് ആ വസ്തുവിൻ്റെ ഹയൂല. അപ്പോൾ ഇപ്പൊ ഈ ഹയൂലനെ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. ഇപ്പൊ പറഞ്ഞ ഹയൂലനെ മനസ്സിലാക്കാൻ വളരെ സഹിലായ വിഷയമാണ്. അഷ്കാലി നുക്കൂസ്. അപ്പോൾ ഈ വസ്തുക്കളിൽ ഇപ്പോൾ കട്ടിലയും മേശയും ഒരേ സൂറത്തല്ല, രണ്ടിനും 2 സൂറത്താണ്. അതാണ് ഹയൂലക്കപ്പുറമുള്ള സൂറത്ത് എന്ന് പറയുന്ന വസ്തു. ഇനി മർത്തബത്തു സാനിയ ഹയൂല തബീഅത്താണ്. എന്താ ഹയൂല തബീഅത്ത്? പ്രകൃതിപരമായിരിക്കുന്ന ഹയൂലകൾ അത് 4 എണ്ണമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽ അനാസുറുൽ അർബഅ. ഏതാണത്? മാ, ഹവാ, നാറ്, അർള്. ഈ 4 എണ്ണം. ഫലക്കുൽ ഖമർ എന്ന് പറയും നമ്മളുടെ ഉപരിലോകം. ആ ഉപരിലോകത്തിന്റെ കീഴ് ലോകത്തുള്ള എല്ലാ കായിനാത്തുകളും, മആദിന്, നബാത്ത്, ഹയവാനി, ഇവകളെല്ലാം ഈ 4 അനാസിറുകളിലൂടെയാണ് ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഹയൂല തബീഅ എന്ന് പറയും. ഇനി മർത്തബ സാലിസേത ഹയൂലൽ കുല്ലാണ്. അതാണ് ഈ ജിസ്മു മുത്തലഖ്. അതിലൂടെയാണ് ഈ ജിസ്മാനിയായ ലോകത്തിൻ്റെ മുഴുവനും ലഭ്യത ഉണ്ടാകുന്നത് ജിസ്മു മുത്തലഖിലൂടെയാണ്. അഥവാ അഫ്ലാക്ക്, കവാക്കിബ്, പിന്നെ ഇത്തരം, അതുപോലെ ഈ ഭൂമി ലോകത്തുള്ള വസ്തുക്കൾ ഇവകളെല്ലാം ഉണ്ടായിത്തീരുന്നത് ഹയൂലൽ കുല്ലിലൂടെയാണെന്നും 4ാമത്തെ മർത്തബയായ ഹയൂല ഊല അതാണ് ഏത്? അൽ അജ്സാ ഉല്ലദി ലാ തതജസൗ, അവിഭാജ്യ ഘടകം എന്ന് പറയുന്ന ആ ഘടകം 4ാമത്തതാണ്. മറ്റ് ചിലരുടെ അടുക്കൽ ദാത്തുൻ ഖായിമത്തുൻ ബിനഫ്സിഹ യഹില്ലു ഫീഹൽ ജിസ്മിയ്യ, ജിസ്മാനിയായിരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ ഏതിലാണോ അവരോധിക്കപ്പെടുന്നത്, വന്ന് ഹുലൂലാകുന്നത്, ആ ഹുലൂലാകുന്ന സ്വയം നിലനിൽപ്പുള്ള ഒരു ദാത്തിനാണ് ഹയൂല എന്ന് പറയുന്നത് എന്ന് ചില ആളുകൾ പറയുന്നു. അപ്പോൾ ഇത്രത്തോളമാണ് ഹയൂലയെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആ ഹയൂലയിൽ നിന്ന് 4ാമത്തെ ഹയൂലയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഹയൂല എന്നാണ് മനസ്സിലാകുന്നത്. അഖ്വാ അദില്ലത്തി ഇസ്ബാത്തിൽ ജുസ്ഇ. ജുസ്ഇ എന്ന് പറഞ്ഞാൽ ജുസുല്ലായത്തെ ജസ്. ജുസുല്ലായത്തെ ജസ്ഉവിനെ സ്ഥിരപ്പെടുത്തുന്നതിൻ്റെ ദലീലുകളിൽ നിന്ന് ശക്തമായ ദലീല്. അപ്പോൾ ഈ വിഷയത്തിൽ ഇതിനെ ഇസ്ബാത്ത് ചെയ്യാനുള്ള ഏറ്റവും പ്രബലമായ തെളിവ് ഏതാണ്? അന്നഹു, കാര്യം, ലൗ വുദിഅ ഖുറത്തുൻ ഹഖീഖിയ, ഒരു യഥാർത്ഥ കുറയെ അഥവാ ഗോളത്തെ വെച്ചു, ഹഖീഖിയ, അലാ സ്വത്തിഹിൻ ഹഖീഖിയൻ, യഥാർത്ഥ പ്രതലത്തിൽ. പ്രതലം എന്ന് പറയുന്നത് നമ്മൾ ഈ ടാബിളിൻ്റെ പ്രതലമായിക്കോട്ടെ, ടാബിളിൻ്റെ ഉപരിഭാഗമാകുന്ന സത്ഹയിൽ ഒരു കുറത്ത് കൊണ്ടുപോയി വെച്ചാൽ ലം തുമാസഹു, ആ സ്വത്തിഹിനെ ബന്ധിക്കുകയില്ല, ടച്ച് ചെയ്യുകയില്ല, ഇല്ലാ ബി ജുസ്ഇൻ ഗൈരി മുൻഖസിമിൻ, അവിഭാജ്യമായ ഒരു ജുസു കൊണ്ടല്ലാതെ ആ സ്വത്തിഹിനോട് ബന്ധിക്കുന്നില്ല. അപ്പോൾ ഒരു ഖുറ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തം, ആ ഗോളം, ഒരു ഗോളത്തെ ഞങ്ങൾ കൊണ്ടുപോയി ഒരു പ്രതലത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഗോളം ഈ പ്രതലത്തിൽ ടച്ച് ചെയ്യുന്ന ആ ഭാഗം ഉണ്ടല്ലോ,
ആ ഭാഗം ജുസുല്ലദി ലായത്തെ ജസവു ആയിരിക്കുന്നതാണ്, ജുസുല്ലായത്തെ ജസവു ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് ലൗ തമാസത്തുഹു ബി ജുസ്ഐനി, കാരണം രണ്ട് ജുസു കൊണ്ട് ബന്ധിക്കുന്നുണ്ടെങ്കിൽ ലകാന ഫീഹാ ഖത്തും ബിൽ ഫീലി, ബിൽ ഫീലി ഖത്ത് അവിടെ ഉണ്ടായി. കാരണം എന്താണ്, ജുസ് അജ്സാകൾ കൂടുമ്പോൾ നുക്തകൾ ഒരു ഒറ്റൊരു നുക്തയിൽ സന്ധിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി ഒരു നുക്തയല്ല രണ്ട് നുക്തയിൽ ഈ സത്തിഹിനോട് ബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായി, ബിൽ ഫീൽ ഒരു ഖത്ത് ഉണ്ടായി. ഒന്നിനോടുകൂടെ ഒന്ന് ചേരുമ്പോൾ, ഒരു നുക്തയോടുകൂടെ മറ്റൊരു നുക്ത ചേരുമ്പോൾ അവിടെ എന്താ ഉണ്ടാകുന്നത്, ഒരു ഖത്ത് സൃഷ്ടിക്കപ്പെടുന്നു, ഒരു രേഖ സൃഷ്ടിക്കപ്പെടുന്നു. രേഖ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വര എന്ന് തന്നെ മനസ്സിലായിക്കോ. ഒരു വര ഉണ്ടാണെങ്കിൽ ചുരുങ്ങിയത് എത്ര നുക്ത വേണോ, രണ്ട് നുക്ത വേണം. അപ്പോൾ ഇവിടെ സ്പർശിക്കുന്നത് എന്തിലൂടെയാണ്, നുക്തയിലല്ല മറിച്ച് ഖത്തിലാണ് സ്പർശിക്കുന്നത്. അപ്പോൾ ഫലം തക്കുൻ ഖുറത്തൻ ഹക്കീക്കിയ, അത് ഹക്കീക്കിയായ ഖുറത്ത് എന്ന് അതിന് പേര് പറയാനും കഴിയുകയില്ല. അപ്പൊ ഹക്കീക്കിയായ ഖുറത്താണെങ്കിൽ ആ ഖുറത്തിൽ നിന്ന് ഒരൊറ്റ നുക്ത മാത്രമേ സത്തിഹിനോട് സന്ധിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ആ കുറയായിട്ടില്ല എന്നും അത് ഖുറ പോലത്തെ ഒരു സാധനമാണെന്നേ പറയാനുള്ളൂ എന്നുമാണ് പറയുന്നത്. ഖുറ എന്ന് പറഞ്ഞാൽ ജിസ്മുൻ ജിസ്മുൻ യുഹീതു ബിഹി സത്ഹുൻ വാഹിദുൻ ഫീ ദാഖിലിഹി നുഖ്തത്തുൻ യകൂനുൽ ഖുതൂതു മിൻഹാ ഫീ ജമീഇൽ ജവാനിബി മുതസാവിയതൻ. ഇതാണെങ്കിൽ മാത്രമേ ഖുറയാവുകയുള്ളൂ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം, ജിസ്മുൻ ഒരു തടിയാണ്, യുഹീത് ബിഹി സത്തുൻ അതിനെ ഒരു പ്രതലം വലയം ചെയ്യുന്നു, വാഹിദുൻ ഒറ്റ ഒന്ന്, ഫീ ദാഖിലി അതിൻ്റെ ദാഖിലുണ്ട് നുഖ്തത്തുൻ ഒരു നുഖ്തയുണ്ട്, നുഖ്ത എന്ന് പറഞ്ഞാൽ പുള്ളി എന്നൊക്കെ പറയാറുള്ള ആ നുഖ്ത, യകൂനുൽ ഖുതൂതു മിൻഹാ ആ നുഖ്തയിൽ നിന്നുള്ള രേഖകൾ ഫീ ജമീൽ ജവാനിബി എല്ലാ വശങ്ങളിലേക്കും മുത്തസാവിയത്തൻ തുല്യമായിരിക്കണം. എങ്ങനെ, ഈ നുഖ്തയിൽ നിന്ന് പിടിച്ചിട്ട് രേഖകൾ വരച്ചു കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് രേഖകൾ കൊണ്ടുപോയി കഴിഞ്ഞാലും ആ ഖുത്തൂത്തുകൾ മുത്തസാവിയായിരിക്കണം. അതിൽ യാതൊരുവിധ ഏറ്റ വ്യത്യാസമോ തഫാവത്തോ ഉണ്ടാകാൻ പറ്റുകയില്ല. അങ്ങനത്തെ ഒന്നാകണമെങ്കിൽ എന്താകണം, ഒറ്റ ഒരു നുഖ്തയിൽ സന്ധിക്കണം. ഒന്നിൽ കൂടുതൽ നുക്ത ഉണ്ടായി കഴിഞ്ഞാൽ അത് മുത്തസാവിയായിട്ട് വരികയില്ല എന്നാണ്. അവൻ അങ്ങനെ ഒരു നിർവചിക്കപ്പെടുന്ന ഒരു ഖുറയാണെങ്കിൽ പിന്നെ നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാലോ. അപ്പൊ കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദിന്റെ കാര്യമായ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട AK ഉസ്താദ്. AK ഉസ്താദ് നല്ലോണം ഇത്തരം ഗണിതശാസ്ത്രവും അതുപോലെ ബീജഗണിതശാസ്ത്രവും ഒക്കെ നല്ലോണം പഠിച്ചതാ. കൈപ്പറ്റ ഉസ്താദ് അതിലൊക്കെ അറിയപ്പെട്ട ആളാണ്. അതോടുകൂടെ OK ഉസ്താദിൻ്റെ കൂടി ഉസ്താദുൽ അസാത്തീദ് OK ഉസ്താദിൻ്റെ കൂടി ശിഷ്യനാണ് AK ഉസ്താദ്. അപ്പോൾ ആ AK ഉസ്താദൊക്കെ ക്ലാസ്സൊക്കെ നല്ലോണം എടുത്തു തന്നെ. ഞങ്ങൾ 82 പേരുണ്ടായിരുന്നു മുത്തവ്വല്. ഞങ്ങളെ ബാച്ചായിരുന്നു സൈദിയയിൽ ആദ്യത്തെ ഏറ്റവും വലിയ ബാച്ച്. അതിന് മുമ്പുള്ള 40-30 ഉള്ള ആളായിരുന്നു. എന്നിട്ട് ഈ ഉഖലൈദിസ് ക്ലാസ് തുടങ്ങി. ലാസ്റ്റ് തശ്രീഉൽ അഫ്ലാഖ്, ആ അഫ്ലാഖിൻ്റെ ക്ലാസ് തുടങ്ങി ലാസ്റ്റ് ഈ ക്ലാസ് പൂർത്തിയാക്കാൻ ഞാനും എൻ്റെ ഒരു ശരീക്കും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 80 ആളും പുറത്തു പോയി. പിന്നെ 2 ആൾ മാത്രമാണ്. അങ്ങനത്തെ ഈ 2 ആളിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ആ 25 കൊല്ലത്തിന് ശേഷം ആ കിതാബ് എടുത്ത് നോക്കിയിട്ടില്ല. അതിന് അവസരം ഉണ്ടായിട്ടില്ല. അതൊക്കെ ശരിക്ക് ഖത്തുകളൊക്കെ വരച്ച് കണക്ക് കൂട്ടി ശരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അളന്ന് പിടിച്ചിട്ട് ശരിയാക്കി വെച്ചത്. ഏതൊരു വസ്തു അങ്ങനെയാണ്, അതിൻ്റെ ഉപയോഗം ഇല്ലെങ്കിൽ അതിന് പൊടി പിടിച്ചു പോകും. വണ്ണാമ്പല കെട്ടിയാൽ പിന്നെ നമുക്കത് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പരിശ്രമിക്കണം. മശായിഖന്മാരുടെ അടുക്കൽ ഏറ്റവും പ്രസിദ്ധമായത് 2 വജ്ഹുകളാണ്. 2 വജ്ഹുകളാണ് ജുസുല്ലായ അത്തജദുവിനെ ഇസ്ബാത്ത് ചെയ്യാനുള്ള തെളിവുകൾ അതിൽ നിന്ന് മഷ്ഹൂറായത് 2 വജ്ഹാണ്. അല്ലവൽ ഒന്നാമത്തെ ലൗകാന കുല്ലു ഐനിൻ മുൻഖസിമൻ ലാ ഇലാ നിഹായ, ഏതൊരു തടിയും ഓഹരിയാകുന്നതാണെങ്കിൽ ലാ ഇലാ നിഹായ അറ്റമില്ലാതെ ഓഹരിയാകുകയാണെങ്കിൽ അതിന് പോയി അറ്റ ഉണ്ടാകുന്നില്ല. ഞങ്ങൾ പറഞ്ഞ് ജുസുല്ലായത്തെ ജസ ഉണ്ട് എന്നാണല്ലോ. ഇപ്പം ഇവരുടെ കൂടെ നമുക്ക് ഇപ്പം തൽക്കാലം ജുസുല്ലായത്തെ ജസ ഉണ്ട് എന്ന്. അപ്പോൾ അതിന് മറുവാദം എന്താണ്, ജുസുല്ലായത്തെ ജസ ഇല്ല, മറിച്ച് മാലാനിഹായത്ത് വരെ അറ്റയില്ലാതെ ഓഹരിയാവും. എവിടെയും ഒരു എൻഡ് ഉണ്ടാവൂല, ഹിതാം ഉണ്ടാവൂല, നിഹായത്ത് ഉണ്ടാവൂല എന്നാ പറയുന്നത്. അപ്പം ലാ ഇലാ നിഹായ എന്ന് പറഞ്ഞാൽ അറ്റയില്ലാതെ കണ്ട് ഓഹരിയാകുകയാണെങ്കിൽ ലം തകുനിൽ ഖർദലത്തോ കടുകിൻ്റെ മണിയാകൂല, അസ്ഗറമിനൽ ജബലി ഒരു പർവ്വതത്തിനേക്കാൾ ചെറുതാവൂല. ലിഅന്ന കുല്ല വാഹിദിൻ മിൻഹുമാ, കാരണം ആ കടുകുമണി ജബലിൽ നിന്നുള്ള ഓരോന്നും ഗൈറു മുത്തനാഹിൽ അജ്സായി അതിൻ്റെ ഭാഗങ്ങൾ അറ്റമില്ലാത്തതാണ്.
വൽ ഇളമു സിഗറു വലുപ്പവും ചെറുപ്പവും ഇന്നമാഹുവ ബികസ്റത്തിൽ അജ്സാഇ വഖില്ലതിഹ ജുസുകളുടെ വർധനവ് ആധിക്യം കൊണ്ടും വർധനവ് കൊണ്ടും കില്ലതിഹ ജുസുകൾ കുറയലും കൊണ്ടുമാണല്ലോ. ഒരു വസ്തു ചെറുതും വലുതും ആകുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിൻ്റെ അജ്സാകൾ കുറയുമ്പോൾ ചെറുതായി, അജ്സാകൾ കൂടുമ്പോൾ വലുതായി. വദാലിക ഇന്നമാ യുതസവ്വറു ഫിൽ മുതനാഹി. അങ്ങനെ അധികം ഉണ്ടോ കുറവുണ്ടോ എന്ന് മനസ്സിലാക്കപ്പെടുന്നത് അത് അറ്റമുണ്ടെങ്കിൽ മാത്രമല്ലേ. നിങ്ങൾ പറയുന്ന അറ്റയില്ലാണ്ട് ഓഹരിയാവുന്നല്ലേ. അപ്പോൾ ചെറുത് വലുത് എന്നൊരു സാധനം തന്നെ ഇവിടെ ഉണ്ടാവില്ല. കടുകുമണി ഓഹരിയാക്കിയാൽ അവസാനം ഉണ്ടാവില്ല. ഒരു പർവ്വതത്തിനെ പിടിച്ചിട്ട് ഓഹരിയാക്കിയാലും അറ്റം ഉണ്ടാവില്ലെങ്കിൽ പിന്നെ അത് രണ്ടും തമ്മിൽ എന്താ ഫർക്കുള്ളത് എന്ന് ചോദിക്കുകയാണ്. ആര്? അവർ ചോദിക്കുകയാണ്. ഒന്ന് വസാനി, രണ്ടാമത്തത് അന്നജ്തിമാ അജ്സാഇൽ ജിസ്മി ലൈസലി, ഒരു ജിസ്മിൻ്റെ അജ്സാകൾ ലൈസലി ദാത്തിഹി, അത് അതിൻ്റെ ദാത്തിന് വേണ്ടിയല്ല. ഒരു ജിസ്മിൻ്റെ അജ്സാകളുടെ ഇജ്തിമാ, അതിൻ്റെ സംഗമിക്കൽ, അത് അതിൻ്റെ ദാത്തിന് വേണ്ടിയല്ല. ഓ ഇല്ല, അങ്ങനെ ദാത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ലമാ ഖബിലൽ ഇഫ്തിറാക്ക, അത് ഓഹരിയാവലിനെ സ്വീകരിക്കുമായിരുന്നില്ല, വിഭജനത്തെ സ്വീകരിക്കുമായില്ല. അപ്പോൾ ഈ ദാത്തിഹി, ഒരു ജിസ്മിൻ്റെ അജ്സാകളുടെ ഇജ്തിമാ, മനസ്സിലായില്ലേ, അത് സംഗമിക്കൽ. കുറേ ജുസുകൾ ഒരുമിച്ച് കൂടിയിട്ടല്ലേ എന്തുണ്ടാകുന്നത്? കുറേ ജുസുകൾ കൂടിയിട്ടാണ് ഒരു ജിസ്ം ഉണ്ടാകുന്നത്. ആ ജിസ്മിൻ്റെ ജുസുകളുടെ ഇജ്തിമാ അത് ദാത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ തടിക്ക് വേണ്ടി തന്നെയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇഫ്തിറാക്കിനെ സ്വീകരിക്കുമായിരുന്നില്ല. ഫല്ലാഹു തആല ഖാദിറുൻ, അള്ളാഹുവിന് കഴിയും, അലാ അൻ യഖ്ലുക ഫീഹി, എന്നാൽ ആ വസ്തുവിൽ ആ ദാത്തിൽ ഖൽക്ക് ചെയ്യൽ, അൽ ഇഫ്തിറാക്ക, ഇഫ്തിറാക്കിനെ ഇലൽ ജുസുഇല്ലദീ ലാ യതജസഉ, ഒരു അവിഭാജ്യ ഘടകം എത്തുന്നത് വരെ, ഇനി വിഭജിക്കപ്പെടാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥ വരെ അങ്ങനെ കഴിയുമല്ലോ. ലിഅന്നൽ ജുസു അല്ലദീ തനാസഅനാ ഫീഹി, കാരണം ഞങ്ങൾ ഏതൊരു ജുസുയിലാണോ നിസായിലും തർക്കത്തിലുമുള്ളത് അത് ഇൻ അംകന ഇഫ്തിറാഖുഹു, അത് വിട്ടുപിരിയാൻ കഴിയുമെങ്കിൽ ലസിമ ഖുദ്റത്തുല്ലാഹി തആല അലൈഹി, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അതിൻ്റെ മേൽ ഉള്ള അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് ലാസിമാവും. ദഫ് അല്ലിൽ അജ്സി, എന്തിനു വേണ്ടി? അജ്സിനെ ദഫ് ചെയ്യാൻ അള്ളാഹു തആലാക്ക് എന്ത് കഴിയും? അതിന് ഇഫ്തിറാക്കിന് കഴിയും. വൈലം യുംകിൻ, ഇനി ഇഫ്തിറാക്കിന് സാധിച്ചിട്ടില്ലെങ്കിൽ സബത്തൽ മുദ്ദഅ, വാദം സ്ഥിരപ്പെട്ടു. വൽ കുല്ലു ദഈഫുൻ, എന്നാൽ ഈ മശായിഖ് പറഞ്ഞ എല്ലാ ദലീലുകളും, നിങ്ങൾ അഖ്വയാണെന്ന് പറഞ്ഞതും അഷ്ഹറാണെന്ന് പറഞ്ഞതും എല്ലാം ദഈഫാണ് എന്നാണ് പറഞ്ഞത്. ഈ കൊണ്ടുവന്ന എല്ലാം ദഈഫാണ്. ജുസുല്ലാ യതജസഉനെ ഇസ്ബാത്ത് ചെയ്യാൻ കൊണ്ടുവന്ന എല്ലാ ദലീലുകളും ദഈഫാണെന്ന് പറയുമ്പോൾ ജുസുല്ലാ യതജസഉ എന്നുള്ള വിഷയം ഒരു അവിതർക്കിതമായ വിഷയമല്ലെന്നും അതിൽ നിരവധി തർക്കം വരാൻ തന്നെ കാരണം അതിൻ്റെ അദില്ലത്തുകൾ ഖത്ഈ ആകാത്തത് കൊണ്ടുമാണ്. ശുഹറത്ത് ഉണ്ടായതുകൊണ്ട് അത് ഖത്ഈ ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരു വിഷയം മഷൂറാകാൻ എന്താ പണി? ഇൽമില്ലാത്ത ആൾ ആലിം എന്ന് പറഞ്ഞ് മഷൂറാകുന്നില്ലേ? അതെന്താ? ഒരു 4 പ്രസംഗം നടത്തി കഴിഞ്ഞാൽ വലിയ പ്രഭാഷകനായി. അത് സത്യത്തിൽ ഹഖീഖത്തിന് എതിരാണ് ശുഹറത്ത് ഉണ്ടാകുന്നത്. ശുഹറത്തിൻ്റെ അടിസ്ഥാനമല്ല ദാത്തിഹി ശുഹറത്താണെങ്കിൽ അത് ഇൽമ് ബേസാക്കി കൊണ്ടായിരിക്കണം. എന്നാൽ അങ്ങനെയല്ലല്ലോ ഇപ്പോൾ പല ശുഹറത്ത് ഉണ്ടാകുന്നത്. പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു കാര്യം ശുഹറത്തുണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ എന്താണ് ഒരു ശരിയായിക്കൊള്ളണമെന്നില്ല. ഖാലിൽ ഖലീലൻ ഖാമിനൽ കാമിനൽ വസ്ഫി ലഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാൽ. ഖല്ലി, എൻ്റെ സുഹൃത്തെ നീ കൂട്ടുകെട്ടിക്കോളി, ചങ്ങാതിയാക്കി പിടിച്ചോ. ഖലീലൻ കാമിനൽ വസ്ഫി, ഖല്ലി ഹുല്ലത്തൽ ഖിദ്ലാനി. അവിടെ ഖല്ലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് രണ്ടാമത്തെ വരുന്നത്. ഖല്ലി എൻ്റെ സുഹൃത്ത്, നീ ഒഴിവാക്കിക്കള. ഖില്ലി എൻ്റെ സുഹൃത്തെ, ഖല്ലി ഹുല്ലത്തൽ ഖിദ്ലാനി, നീചന്മാരോടുള്ള കൂട്ടുകെട്ടിനെ നീ ഒഴിവാക്കിക്കോ. ഹുല്ലത്തുൽ ഖിദ്ലാനി ഖൗഫൽ ഖാത്തിമ, അവസാനം മോശമായി പോകലിനെ പേടിച്ചുകൊണ്ട് നീ നീചരോടും നികൃഷ്ടരോടുമുള്ള നിന്റെ സുഹബത്തിനെ നീ ഒഴിവാക്കിക്കള. എന്നിട്ട് ഖാലിൽ, നീ ഹുല്ലത്ത് വെക്കണം, നീ സൗഹൃദം വെച്ച് പുലർത്തണം. ഖലീലൻ, ഒരു സുഹൃത്തിനോട്. ഖാമിനൽ വസ്ഫി എന്ന് പറഞ്ഞാൽ വളരെ അന്തർമുഖനായി കഴിയുന്ന, അപ്രശസ്തനായി, പ്രശസ്തിയില്ലാതെ ഒളിഞ്ഞു നിൽക്കുന്ന ആളോട് നീ ചങ്ങാതിത്വം ഉണ്ടാക്കിക്കോ. മിനൽ ഖൽഖാലി, ഖാലിൻ ഒഴിവായ, മിനൽ ഖൽഖാലി,
ഖൽഖാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പാദസരം എന്നാണ്. പാദസരം ഇടുന്നതിനെ കിലുങ്ങാൻ വേണ്ടിയിട്ടാണ്, ഒച്ചപ്പാടുണ്ടാകാൻ. അപ്പോൾ അത്തരം ഒച്ചപ്പാടുകളിൽ നിന്നെല്ലാം തന്നെ ഒഴിഞ്ഞു മാറി നിന്ന് അപ്രശസ്തനായി കഴിയുന്ന ആളെ നീ സുഹൃത്തായി വെച്ചോളീൻ എന്നാ പറഞ്ഞ്. അതതിൻ്റെ ഇടയിൽ സാന്ദർഭികമായി ഒന്ന് പാടി എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തിന് പിന്നെ അപ്പോൾ ഈ ഷുഹ്റത്ത് എന്നുള്ളത് വലിയ നല്ല കാര്യമൊന്നും അല്ല എന്നാ പറയുന്നത്. ആത്മീയ രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഷുഹ്റത്തിൽ എത്തുക എന്നുള്ളത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറാമത്ത് വെളിവാകുന്ന ഔലിയാക്കന്മാർ, കറാമത്ത് വെളിവാക്കാത്ത ഔലിയാക്കന്മാർ നോക്കിയാൽ ഔലിയാക്കന്മാരുടെ മർത്തബ ആർക്കാണ് കൂടുതൽ ദറജ? കറാമത്ത് വെളിവാകാത്ത ആളുകൾക്ക്. കറാമത്ത് വെളിവാകുമ്പോൾ ഭൗതികമായ ഒരു ഷുഹ്റത്തും കൂടി അവർക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. അപ്പം അതൊന്നും ഇല്ലാത്ത മഹാന്മാർക്കാണ് മഹത്വം എന്നാണ്. എന്നാൽ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങൾ, റിഫായി തങ്ങളെ പോലത്തെ വലിയ മഹാന്മാർ, അവർക്ക് കറാമത്ത് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അതിൽ അവർക്ക് കിബ്രോ അല്ലെങ്കിൽ ഒരു ഷുഹ്റത്തൊന്നും അവർ ആഗ്രഹിക്കാത്ത ആളുകളാണ്. പിന്നെ അതിലൊക്കെ പറയുന്നുണ്ട്, റിഫായി തങ്ങളൊക്കെ പറയുന്നുണ്ട്, അയ്യുഹൽ കുത്തുബേ എന്ന് മൂപ്പര അഭിസംബോധന ചെയ്തപ്പോൾ ഷെയ്ഖ് റിഫായി തങ്ങൾ പറയുന്നുണ്ട്, ഉത്തുറുക്കിൽ കുത്തുബിയത്തല്ല ഒഴിവാക്കടോ, ഈ കുത്തുബ് എന്നൊന്നും പറയണ്ട എന്നാ പറഞ്ഞേ മൂപ്പറെ കുറിച്ചിട്ട്. അപ്പൊ അത്തരത്തിലുള്ള മഹാരഥന്മാരായ ആളുകൾക്ക് എന്ത് കറാമത്ത് വെളിവായാലും അവർക്ക് മഹത്വം കുറയുന്നൊന്നുമില്ല. അമ്മൽ അവലു, ഒന്നാമത്തത് ബാത്തിലാണെന്ന് പറയാൻ തെറ്റ്, എന്താണ് ലൈഫാണെന്ന് പറയാൻ കാരണം ഫലി അന്നു ഇന്നമായ യദുൽ അലാ സുബൂത്തി നുഖ്ത, നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നുഖ്ത ഉണ്ട് എന്ന് മാത്രമേ അറിയിക്കുന്നുള്ളൂ. സുബൂത്തൽ ജുസി, നുഖ്ത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ജുസൂലായത്തെ ജസു ഉണ്ട് എന്നുള്ളത് ലാജിമാവുകയില്ല. ലിഅന്ന ഹുലൂലഹ, കാരണം ആ നുഖ്ത ഹാലാവൽ ഇറങ്ങൽ ഫിൽ മഹലി, ഒരു സ്ഥലത്ത് ഇറങ്ങൽ, ലൈസ ഹുലൂല സറയാനിയായ ഹുലൂലല്ല. സറയാനി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ വ്യാപിക്കുക എന്നാണ്, എല്ലാ സ്ഥലത്തും സഞ്ചരിക്കുക. ഒരു ദാത്തിൽ കയറി കഴിഞ്ഞാൽ ആ ദാത്ത് മുഴുവൻ വ്യാപിക്കുക എന്നാണ് സറയാൻ്റെ മാന. കഹുലൂലിൽ മായി ഫിൽ ഖുത്നി, വെള്ളം പരുത്തിയിൽ ഇറങ്ങുന്നത് പോലെയുള്ള ഒരു ഇറങ്ങലല്ല നുഖ്ത ജിസ്മിൽ ഇറങ്ങുന്നത്. ഹത്തായമിൻ അദ്മിൻസാമിഹ, അത് ഓഹരിയാകുകയില്ല എന്നുള്ളതിലൂടെ അദമുങ്കിസാമിൽ മഹൽ ഓഹരിയാവുകയില്ല എന്ന് ലാസിമാകണമെങ്കിൽ അങ്ങനെ വരുന്നില്ല എന്നാണ് പറയുന്നത്. എങ്ങനെ? ലിഅന്ന ഹുലൂല ഫിൽ മഹലി ലൈസ ഹുലൂല സറയാനി കഹുലൂലിൽ മായി ഫിൽ ഖുത്നി ഹത്തായമിൻ അദ്മിൻസാമിഹ അദമുങ്കിസാമിൽ മഹൽ മുങ്കസിം ആവൂല എന്നൊന്നും വരാൻ പറ്റൂല. അതുകൊണ്ട് ജുദൂലായത്ത് ജസു ഉണ്ട് എന്നുള്ള ആ ദലീലിനെ ബാത്തിലാക്കിയിട്ടാണ് ഈ പറയുന്നത്. സാനി വസാലിസു, രണ്ടും മൂന്നും കാര്യങ്ങൾ, രണ്ടും മൂന്നും ലഈഫാണെന്ന് പറയാൻ കാരണം അത് രണ്ടാമത്തതിൻ്റെ ആദ്യം പറയാം. ഫലി അന്നൽ ഫലാസിഫത്തലായ ഖൂലൂന, ഫൽസഫക്കാർ പറയുന്നില്ല ബി അന്നൽ ജിസ്മ മുത്താലിഫും മിൻ അജ്സാഇൻ ബിൽഫീലി ജുസുകളാൽ മുത്തറക്കിബാണ് ഒരു ജിസ്മ് എന്ന് അവർ പറയുന്നില്ല. അന്നഹ ഗൈറു മുത്തനാഹിയ, അത് അറ്റമില്ലാത്തതാണെന്നും പറയുന്നില്ല. വലിയ യഖൂലൂന, അവരെന്തേ പറയുന്നുള്ളൂ, ഇന്നഹു കാബിലുൻ, ജിസ്മ് കാബിലുൻ സ്വീകരിക്കുന്നതാണ്, ഇൻകിസാമാത്തിന് ഗൈറു മുത്തനാഹിയ, അറ്റമില്ലാത്ത കിസ്മ് ഇൻകിസാമുകളെ സ്വീകരിക്കുന്നുണ്ട്. വലൈസ ഫീ ഇജ്തിമാഉ അജ്സാഇൻ അസ്ലൻ, അജ്സാ ഒരുമിച്ച് കൂടലൊന്നും അതിൽ ഇല്ല എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്? അന്ന ഇജ്തിമാഇ അജ്സാഇൽ ജിസ്മി ലൈസ ലിദാത്തി, ജിസ്മിന്റെ അജ്സാകളുടെ ഒരുമിച്ച് കൂടൽ ദാത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. എന്നാൽ ഫലാസിഫത്ത് സമ്മതിക്കുന്നതന്നെ ഇല്ല, അജ്സാകൾ മുജ്തമി ആകുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നത് തന്നെ ഇല്ല. അതാ വലൈസ ഫീഹി ഇജ്തിമാഉ അജ്സാഇൻ അസുലൻ ഇന്നമൽ ഇദമോസിയൊരു ചെറുപ്പവും വലുപ്പവും ബീത്തിബാറിൽ മിഖ്ദാരിൽ കായിമി ബിഹി, അതിൽ നിലനിൽക്കുന്നതായ മിഖ്ദാറിനെ പരിഗണിച്ചുകൊണ്ടാണ്, ജിസ്മിനെ പരിഗണിച്ചുകൊണ്ടല്ല. മിഖ്ദാർ എന്നുള്ളത് അറലാണ്, എന്തല്ല ജിസ്മല്ല എന്നവർ പറയും. അപ്പോൾ ജിസ്മിൽ നിലനിൽക്കുന്ന ആ മിഖ്ദാർ. വൽ ഇഫ്തിറാഖു മുംകിനുൻ ലാ ഇലാ നിഹായ, ഇഫ്തിറാഖാണെങ്കിലോ അത് മുംകിനുൻ സാധ്യമാണ്, ലാ ഇലാ നിഹായ അറ്റയില്ലാത്തത്ര. ഫലാ യസ്തൽസിമുൽ ജുസ്അ, അപ്പോൾ ജുസുഇനെ ലാസിമാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ജുസു ഇല്ല യത്തജസ് ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ടാണ് പറഞ്ഞത്. വമ അദില്ലത്തു നഫി, ഫലാസിഫത്ത് നഫി ചെയ്യുന്ന അദില്ലത്തുകൾ, ഫലാ തഹ്ലു അൻ ദുഅഫിൻ, അതും ദുർബലതയെ തൊട്ട് ഒഴിവല്ല. ഫലാസിഫത്ത് ഇങ്ങനെ ഇല്ല എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ പറഞ്ഞല്ലോ. വലി ഹാദ മാലൽ ഇമാം റാസി ഫി ഹാദൽ മസല, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി എന്ന് പറയുന്ന പർവ്വത സമാനനായ പണ്ഡിതൻ, ലോകത്തറിയപ്പെട്ട ബഹുമാനപ്പെട്ടവരും ഫി ആദിയിൽ മസലത്തി ഇല തവക്കുഫ്, ഈ മസലയിൽ മൗനം പാലിക്കുകയാണ് ചെയ്തത്, ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഓടുന്നതെന്നാണ്. ചർച്ച ചെയ്തിട്ട് എന്തൊക്കെ ഫായിദ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. ഫൈൻ കീല ഹല്ലി ഹാദൽ ഖിലാഫി സമറ, ഈ ബഹളത്തിനും ഒച്ചപ്പാടിനും വല്ല ഫായിദയുണ്ടോ? അവരെന്നെ ചോദിക്കുകയാണ്, അവരെന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ വിഷമിക്കണ്ട. പിന്നെ ഖുൽനാൻ എന്ത് പറഞ്ഞു? അതെ എന്ന് കുൽന ഫായിദ ഉണ്ട്. ഫി ഇസ്ബാത്തിൽ ജൗഹരിൽ ഫർദി,
ജൗഹറുൽ ഫർദിനെ ഇസ്ബാത്ത് ചെയ്യുന്നതിലുണ്ട് നജാത്തുൻ, രക്ഷപ്പെടലുണ്ട്, അൻ കസീരിൻ മിൻ ദുലുമാത്തിൽ ഫലാസിഫ, ഫലാസിഫത്തിന്റെ ഒരുപാട് ഇരുളുകളിൽ നിന്നുള്ള മോചനമുണ്ട്. ഫലാസിഫത്ത് ഒരുപാട് ഇരുളുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നിന്നുള്ള മോചനമുണ്ട്. മിസിലി ഇസ്ബാത്തിൽ ഹയൂല വസൂറ, ഹയൂലുണ്ട്, സൂറത്തുണ്ട്, അൽ മുഅദ്ദില ഖിദമിൽ ആലമ. അതിലൂടെ എന്താ അവർ വരുത്തി തീർക്കുന്നത്? ഈ ലോകം ഖദീമാണെന്നുള്ളതിലേക്ക് എത്തിക്കുന്ന ഹയൂല സൂറത്തിന്റെ ഇസ്ബാത്ത് ഉണ്ട്. ഫി ഹഷറിൽ അജിസാം, ജിസ്മുകളുടെ ഹഷറുകളെ നിഷേധിക്കലുണ്ട്, അഥവാ ശാരീരികമായിട്ട് നാളെ ഒരു പുനർജന്മം ഇല്ല എന്ന് ഫലാസിഫത്ത് പറയുന്നുണ്ട്, അതിനെയും ഗണ്ണിക്കൽ വരുന്നുണ്ട്. വകസീരി മിൻ ഉസൂലിൽ ഹന്ദസ, ജ്യാമിതീയ തത്വങ്ങളിൽ നിന്ന് ഒരുപാട് എണ്ണത്തിനെയും പിന്നെ ഇല്ലായ്മ ചെയ്യുന്ന മബിനി അലിഹ, അതിൻ്റെ മേലാണ് എടുക്കപ്പെടുന്നത്. ദവാമ അർക്കത്തി സമാവാത്തി, ആകാശങ്ങളുടെ വാനലോകത്തിൻ്റെ ചലനം നിത്യമാണ്, അത് അവസാനിക്കുന്നില്ല. വംതിനായിൽ ഹർക്കി വൽ ഇൽതിമാമി അലിഹ, ആകാശലോകത്തിൽ കീറലും കൂടലും മുംതനിയാണ് എന്നുള്ളതിനെയും അതിൻ്റെ മേൽ വരുന്നുണ്ട്. ആ ഹന്തസയുടെ ഉസൂലുകളുടെ മേൽ വരുന്നുണ്ട്. ജ്യാമിതീയ എന്നല്ല, ഹന്തസ എഞ്ചിനീയറിങ് അല്ലേ, ജാമിദിയ എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ പിന്നെ ഹന്തസയുടെ ഉസൂലുകളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ, അതിൻ്റെ മേലാണ് സമാവാത്തിൻ്റെ ഹർക്കത്ത് ദായിമാണെന്നും സമാവാത്തിനിക്ക് ഹർക്ക് ഇൽത്തിയാമും മുംതനിയാണെന്നും വരുന്നത്. അതെല്ലാം ബാത്തിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്ന്. ജറാഹത്തു സിഹാമില അൽതിആമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. ജറാഹത്തു സിഹാമി, വാളുകളുടെ മുറിവുകൾ, ലഹൽ തിആമുൻ, അത് കൂടിയേക്കാം, ആ മുറിവ് കൂടിയേക്കാം, ഉണങ്ങിയേക്കാം. എന്നാൽ വലായ എൽത്താമു, കൂടുകയില്ല. മാ ജറഹൽ ലിസാനു, നാവ് മുറിവുണ്ടാക്കിയ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനൊരു കൂടലില്ല, മരിക്കോളം അത് ഓർമ്മയിൽ തന്നെ നിൽക്കും, നമ്മൾ അവനെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് നാവുകളെ കൊണ്ട് ആർക്കും ഒരു മുറിവ് ഏൽപ്പിക്കരുത് എന്നാണ് കവി നമ്മളോട് ഉണർത്തുന്നത്. അവിടെ എൽത്താമു എന്ന് കാണാം, കൂടുക എന്നാണ്. ഇൽത്തി ആമിൻ്റെ മസ്തറാണ് ഇൽത്തി ആമ്.